ഫ്രണ്ട്സ്, വെൽക്കം ടു സീൽ ടു നോ. അപ്പോൾ സീൽ ടു നോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ നെക്സ്റ്റ് CPC മെഡിക്കൽ കോഡിങ്ങിന്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് ആണ് ഇത്. അപ്പം CPC മെഡിക്കൽ കോഡിങ്ങിൽ നമ്മൾ ICD ഫിനിഷ് ചെയ്തു. അതിനുശേഷം നമ്മൾ CPD സ്റ്റാർട്ട് ചെയ്ത് ഇവാലുവേഷൻ മാനേജ്മെന്റ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സബ്ജക്ട്. അപ്പൊ അതിൽ കുറച്ച് വീഡിയോസ് ഒക്കെ വന്നു. അതിനുശേഷം ഇപ്പൊ നമ്മളൊരു വോക്ക് ത്രൂ നടത്തുമായിരുന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ കോഴ്സിലൂടെയും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു എന്തൊക്കെയുണ്ട് എന്നുള്ളത്. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സോ ട്രിക്സോ ഉണ്ടെങ്കിൽ ആ കോഡിന്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോസ് ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ മറക്കാതെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യുക. ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഡയറക്റ്റ്ലി കിടക്കാം. കാരണം വേറൊന്നും കൊണ്ടല്ല, നമുക്ക് വോക്ക് ത്രൂ ചെയ്ത് വന്നപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, വോക്ക് ത്രൂ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡ് കൊണ്ട് ഫിനിഷ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അത്രമാത്രം കോഴ്സ് ഉണ്ട്. ഇവാലുവേഷൻ മാനേജ്മെന്റ് ഇസ് എ വെരി ബിഗ് ചാപ്റ്റർ, നിങ്ങൾക്കറിയാം. അപ്പൊ ഞാൻ ആണ് ഇത്രയും ഞാനിങ്ങനെ വോക്ക് ത്രൂ ചെയ്യാമെന്ന് ആലോചിച്ചത്. കാരണം വെച്ചാൽ ഈ ഒരു ഇവാലുവേഷൻ മാനേജ്മെന്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മിക്കവാറും ഇങ്ങനത്തെ കോഡുകളൊക്കെ വരാറുണ്ട്, മനസ്സിലായോ? ബാക്കിയുള്ള സബ്ജക്ട് ഇപ്പൊ സർജറിയുടെ ഒക്കെ ടോപ്പിക്സ് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് പോയി നോക്കിയാൽ നമുക്കത് മനസ്സിലാവും, എടുക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവാലുവേഷൻ മാനേജ്മെന്റ് ഇത്രയും വോക്ക് ത്രൂവും അതേപോലെ തന്നെ കുറെ വീഡിയോസ് ഒക്കെ ഇവാലുവേഷൻ മാനേജ്മെന്റ് ഇട്ടിട്ട് പോകുന്നത്. കുറെ പേര് ഡൗട്ട്സ് ഒക്കെ ചോദിച്ച വീഡിയോസ് ആണ് ഇതൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്രിട്ടിക്കൽ കെയർ വരെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പൊ ക്രിട്ടിക്കൽ കെയറിന് ശേഷം ഇന്ന് തുടങ്ങുന്നത് നഴ്സിംഗ് ഫെസിലിറ്റിയുടെ ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെന്റ് സർവീസസിന്റെ കോഴ്സാണ്. അപ്പൊ നഴ്സിംഗ് ഫെസിലിറ്റീസിൽ ഇനീഷ്യൽ കെയർ 99304 മുതൽ 99306 വരെയുള്ളതാണ് ഇനീഷ്യൽ നഴ്സിംഗ് ഫെസിലിറ്റി സർവീസസിന്റെ കോഡ്. അപ്പോൾ ഇനീഷ്യൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ഇനീഷ്യൽ എന്ന് പറയുമ്പോൾ 3x3 കമ്പോണൻസ് ആണ്. അത് മനസ്സിൽ എപ്പോഴും കയറിക്കൊള്ളുക. ഇനീഷ്യൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ആണ്, മനസ്സിലായോ? ഇനീഷ്യൽ കെയർ ആണ്. അപ്പൊ നമ്മൾ 3 കാര്യങ്ങളും നമുക്ക് സാറ്റിസ്ഫൈ ആവണം. അപ്പൊ 3x3 കോഡ്സ് ആണ് ഇനീഷ്യൽ എന്ന് പറയുന്നത്. ഇനി സബ്സിക്വന്റ് നഴ്സിംഗ് ഫെസിലിറ്റി കെയറിൽ 2x3 കോഡ്സ് മതി. അതിന്റെ കോഡ്സ് എന്ന് പറഞ്ഞാൽ 99307 മുതൽ 99310 വരെ ആണ്. ഓക്കെ, ഇനി അടുത്ത കോഴ്സ് എന്ന് പറഞ്ഞാൽ 99315 മുതൽ 315 മുതൽ എന്നല്ല 316 എന്നുള്ള കൂടാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ നേരത്തെ ഞങ്ങൾ പറഞ്ഞു വന്ന പോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റൽ കെയറിന്റെ കാര്യം പറഞ്ഞല്ലോ. IP-ല് നമ്മൾ ഇനീഷ്യൽ കെയർ ഉണ്ട്, അതിനുശേഷം സബ്സിക്വന്റ് കെയർ ഉണ്ട്, അതിനുശേഷം എന്താ പറയുക ഡിസ്ചാർജ് കോഡ് ഉണ്ട്. അതുപോലെ തന്നെ നഴ്സിംഗ് ഫെസിലിറ്റിയിലും ഉണ്ട്. ഇപ്പൊ ഞാൻ ഇനീഷ്യൽ പറഞ്ഞു, സബ്സിക്വന്റ് പറഞ്ഞു, അതിനുശേഷം ഡിസ്ചാർജ് കോഡ് ഉണ്ട്. ഡിസ്ചാർജ് കോഡ് എന്ന് പറഞ്ഞാൽ 99315 316 ആണ്. ലെസ് ദാൻ 30 മിനിറ്റ്സും മോർ ദാൻ 30 മിനിറ്റ്സും സെയിം ലൈക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ ഇനി വരുന്ന കോഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്താണ് 99318 എന്ന് പറഞ്ഞ കോഡാണ്. എന്ന് വെച്ചാൽ ആനുവൽ ആയിട്ടുള്ള ഇവാലുവേഷൻ മാനേജ്മെന്റ് നഴ്സിംഗ് ഫെസിലിറ്റിയുടെ ആവശ്യം വരുന്ന ആ ഒരു കോഡിനാണ് 99318. അത് അതർ നഴ്സിംഗ് ഫെസിലിറ്റി കോഡാണ് 99318. അത് ഒരിക്കലും തന്നെ വേറെ ഏതെങ്കിലും നഴ്സിംഗ് ഫെസിലിറ്റി കോഡുമായിട്ട് കൺജങ്ഷൻ ആയിട്ട് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഇതൊരു ആനുവൽ EM കോഡാണ്. ഓക്കെ, അപ്പൊ അതനുസരിച്ച് 99318 സെപ്പറേറ്റ് ആയിട്ട് മാത്രമേ കോഡ് ചെയ്യാൻ പാടുള്ളൂ. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഡൊമിസിലറി റെസ്റ്റ് ഹോം അല്ലെങ്കിൽ ബോർഡിംഗ് ഹോം കസ്റ്റോഡിയൽ കെയർ സർവീസസ് ഇതിലെ കോഡ്സ് ആണ്. ഇവിടെ ഇതുപോലെ തന്നെ ന്യൂ പേഷ്യന്റ്, എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റ്. ന്യൂ പേഷ്യന്റ് ആണെങ്കിൽ 3x3 കമ്പോണൻസ്, എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റ് ആണെങ്കിൽ 2x3 കമ്പോണൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി വരുന്നത് ഡൊമിസിലറി റെസ്റ്റ് ഹോം അസിസ്റ്റഡ് ലിവിംഗ് ഫെസിലിറ്റി. അസിസ്റ്റഡ് ആയിട്ട് ലിവിംഗ് ഫെസിലിറ്റി കൊടുക്കുന്ന ആ സെന്റേഴ്സിലുള്ള ഹോം കെയർ പ്ലാൻ ഓവർസൈറ്റ് സർവീസസ് ഒക്കെ ഉള്ള ആ ഒരു സർവീസിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? കോൺസ്റ്റന്റ് കെയർ വേണം, മനസ്സിലായോ? ഈ ഒരു സർവീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ പേഷ്യന്റിന് കോൺസ്റ്റന്റ് കെയർ കൊടുക്കണം. ഒന്നിൽ ലാബ് റിപ്പോർട്ട്സ്, പിന്നെ അത് ഇവാലുവേഷന്, അങ്ങനെ കാര്യങ്ങളെല്ലാം നടക്കുന്നതാണ് നമ്മുടെ ഡൊമിസിലറി റെസ്റ്റ് ഹോം ആ സർവീസസ്, അസിസ്റ്റഡ് ലിവിംഗ് സർവീസസ്. മനസ്സിലായോ? ആ കോഡ് കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ നമുക്ക് ഒരു എന്താണ് പറയുക കണ്ടിന്യൂസ് ആയിട്ടൊരു ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെന്റ് അവിടെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട കോഡ് 99339 എന്ന് പറഞ്ഞ കോഡ് 15 to 29 മിനിറ്റ്സിനും 99340 എന്ന് പറഞ്ഞ മോർ ദാൻ 30 മിനിറ്റ്സിനുമാണ് നമ്മളിത് കൊടുക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ വീഡിയോ കാണത്തിലുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താ പറഞ്ഞു വരുന്നത്. അപ്പൊ അതിനൊരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് പറഞ്ഞു വരുന്നത്. ഇനി ഹോം സർവീസസിലും നമ്മൾ പറയുന്ന പോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവാലുവേഷൻ മാനേജ്മെന്റ് 3 കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിസ്റ്ററി, എക്സാമിനേഷൻ, മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ടൈം കൺസ്ട്രെയിന്റ്, ഇതൊക്കെ വെച്ചാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ലെവലൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ഈ പേഷ്യന്റ് ഏത് ലെവലിലുള്ള ഇവാലുവേഷൻ മാനേജ്മെന്റ് സർവീസസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഹോം സർവീസസിലും ഇതുണ്ട്. ഹോം സർവീസസിൽ വന്നിട്ട് നമ്മുടെ ന്യൂ പേഷ്യന്റിനും ഉണ്ട്, എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റിനും ഉണ്ട്.
ന്യൂ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3/3 കമ്പോണൻസ് ലൈക്ക് ഹിസ്റ്ററി, എക്സാമിനേഷൻ ആൻഡ് MDM സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ അത് ഓരോ കോഡിന് അത് ഓരോന്നാണ്. പ്രോബ്ലം ഫോക്കസ്ഡ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് ആണ് അങ്ങനെ, അതൊക്കെ നിങ്ങൾ നോക്കി തന്നെ ബില്ല് ചെയ്യുക. പിന്നെ അത് കോഡ് ചെയ്യുക, ബില്ല് ചെയ്യുന്നല്ല കോഡ് ചെയ്യുക. പിന്നെ ഞാൻ നിങ്ങൾക്ക് ലെവൽ ഓഫ് കോഡ് എടുക്കുന്നത് നെക്സ്റ്റ് ഇപ്പം ഈ ഒരു വാക്ക് ത്രൂ വീഡിയോ കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് ലെവൽ എടുക്കുന്നത്, ലോവർ ലെവൽ എങ്ങനെ എടുക്കുന്നത്, ഹയർ ലെവൽ എങ്ങനെ എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഈ വീഡിയോയിൽ നമുക്ക് അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ സമയമില്ല, കാരണം നമുക്ക് എക്സാമ്പിൾ കാണിച്ച് അത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഹോം സർവീസസിൽ ഇതുപോലെ തന്നെ 99341 മുതൽ 99345 വരെയാണ് നമ്മുടെ ഹോം സർവീസസിൻ്റെത് 3/3 കമ്പോണൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി അടുത്തത് വരുന്നത് ഹോം സർവീസസിലെ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റെ കാര്യമാണ്. അപ്പൊ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റ് ആകുമ്പോഴും അവിടെയും ഇത്രയും സെറ്റ് ഓഫ് കോഡ്സ് ഉണ്ട്. 99347 മുതൽ 99350 വരെയുള്ള കോഡ്സ് ആണ്. അവിടെ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റ് ആയതുകൊണ്ട് നമുക്ക് 2/3 കമ്പോണൻസിന്റെ ആവശ്യമേ അവിടെ വരുന്നുള്ളൂ. ഓക്കെ, ഞാൻ ഈ കമ്പോണൻസ് എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെ ഈ കമ്പോണന്റിനെ എടുത്താലും മൂന്നും സാറ്റിസ്ഫൈ ആകും അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പെട്ടെന്ന് പിടികിട്ടാൻ ചാൻസ് ഉള്ളൂ. ഇനി വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് പ്രൊലോങ്ഡ് സർവീസസ്. അപ്പൊ പ്രൊലോങ്ഡ് സർവീസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവാലുവേഷൻ മാനേജ്മെന്റ് കൊടുക്കുന്നത് കൂടാതെ കുറച്ചുകൂടെ സമയം ആ പേഷ്യന്റുമായിട്ട് നമ്മൾ ചെലവഴിക്കുന്നതിനാണ് പ്രൊലോങ്ഡ് സർവീസസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ തന്നെ പല തരത്തിലുണ്ട്. അപ്പോൾ റെഗുലർ EM സർവീസസ് കൂടാതെ നമ്മൾ കൊടുക്കുന്ന സർവീസസിനെയാണ് നമ്മൾ പ്രൊലോങ്ഡ് സർവീസസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ആ ടേബിളിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് 30 മിനിറ്റ്സിന് താഴെ നമ്മുടെ റെഗുലർ നമ്മുടെ EM സർവീസസിന് ശേഷം ഒരു 30 മിനിറ്റ് വരെ 30 മിനിറ്റിന് താഴെയാണ് നമ്മൾ എക്സ്ട്രാ പ്രൊലോങ്ഡ് സർവീസസ് കൊടുക്കണമെങ്കിൽ അവിടെ നമ്മൾ പ്രൊലോങ്ഡിന്റെ കൂടി കൊടുക്കാൻ പാടില്ല. ക്ലിയർ ആയല്ലോ? പ്രത്യേകിച്ച് നിങ്ങൾ നോട്ട് ചെയ്യുക. നമുക്ക് ഇവാലുവേഷൻ മാനേജ്മെന്റ് കഴിഞ്ഞു, ഇവാലുവേഷൻ മാനേജ്മെന്റ് ടൈം ലിമിറ്റ് കഴിഞ്ഞു. ഇപ്പൊ 215 എന്ന് പറഞ്ഞാൽ കോഡ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് കോഡാണ്. ഓക്കെ, 215 അല്ലെ 205 എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ലാസ്റ്റ് കോഡാണ് നമ്മുടെ ന്യൂ പേഷ്യന്റ് അല്ലെ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റ്. അതിനുശേഷം ഒരു 30 മിനിറ്റ് വരെ നമ്മളൊരു എക്സ്ട്രാ ടൈമിംഗ് കൊടുക്കുന്നുണ്ട്. അത്രയും വരെ ആ പേഷ്യന്റ് സർവീസസ് എടുക്കുവാണെങ്കിലും നമ്മൾ ഒരിക്കലും പ്രൊലോങ്ഡ് സർവീസസിന്റെ കോഡ് കൊടുക്കത്തില്ല. EM സർവീസസിന്റെ കൊടുത്ത് മാത്രമേ കൊടുക്കുള്ളൂ. ഓക്കെ, ഇനി എപ്പോഴാണ് കൊടുക്കാൻ പറ്റുക നോക്കിക്കോ. 30 to 74 മിനിറ്റ്സ് ആണെങ്കിൽ നമുക്ക് 30 to 74 മിനിറ്റ്സ് ആണെങ്കിൽ ഇപ്പൊ ഡയറക്റ്റ് സർവീസസും ഉണ്ട്, ഇൻഡയറക്റ്റ് സർവീസസും ഉണ്ട്. ഡയറക്റ്റ് ആയിട്ട് ഫിസിഷ്യൻ ഇൻവോൾവ് ചെയ്യുന്ന സർവീസസും ഉണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് ഫിസിഷ്യൻ ഇൻവോൾവ് ചെയ്യാത്തതും ഉണ്ട്. അപ്പോൾ അതിനെയാണ് പറയുന്നത് 30 to 74 മിനിറ്റ്സ് ആണെങ്കിൽ 99354 എക്സ്ട്രാ ഇത് ചെയ്യും. നമ്മൾ ഡയറക്റ്റ് ഫിസിഷ്യൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്വാളിഫൈഡ് പ്രൊഫഷണലിന്റെ സർവീസസ് അത്യാവശ്യമാണെങ്കിൽ 99354 കോഡ് ചെയ്യും. 99358 നോൺ ഡയറക്റ്റ് ആണെങ്കിൽ നമ്മൾ കോഡ് ചെയ്യും. അതേസമയം 75 to 104 മിനിറ്റ്സ് ആണെങ്കിൽ 75 മിനിറ്റ് മുതൽ 104 മിനിറ്റ് വരെയുള്ള സമയത്തിന് 354ന്റെ കൂടെ തന്നെ അഡീഷണൽ കോഡ് ആയിട്ടുള്ള 355. അപ്പൊ 355 ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഓരോ അഡീഷണൽ 30 മിനിറ്റ്സും നമ്മൾ കൊടുക്കുന്ന കോഡാട്ടോ 355 എന്നുള്ള കോഡ്. ആ കോഡ് നമ്മൾ ഡയറക്റ്റ് കൊടുക്കും. അതേപോലെ തന്നെ നോൺ ഡയറക്റ്റ് ആണെങ്കിൽ 99358 പ്ലസ് 99359 കൂടെ കൊടുക്കും. അപ്പൊ ഇനി അടുത്ത 30 മിനിറ്റ് കൂടെ എക്സ്ട്രാ ആയി. അങ്ങനെയാണെങ്കിൽ എന്തോ ചെയ്യും? യെസ്, 354 പിന്നെ 359 വീണ്ടും 99359 അങ്ങനെ നമ്മൾ കൊടുത്ത് പോകും. മനസ്സിലായോ? ഈച്ച് അഡീഷണൽ നമ്മൾ അഡീഷണൽ കോഡ് ആയ 30 മിനിറ്റ്സിന്റെ ആ കോഡ് കൊടുത്ത് പോകും. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ക്വസ്റ്റ്യൻസിൽ തെറ്റാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് ആ സർവീസസ് കഴിഞ്ഞിട്ടൊരു 30 മിനിറ്റിന് ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ സർവീസ് വരുന്ന ഒരിക്കലും നമ്മൾ പ്രൊലോങ്ഡ് സർവീസ് അവിടെ കൊടുക്കാൻ പാടില്ല. അപ്പൊ അവിടെ ഒരു പ്രൊലോങ്ഡ് നമുക്ക് വരുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ടേബിൾ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ ഈ ടേബിൾ തന്നെ, എനിക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നതാണ് ഈ ടേബിൾ. നല്ലൊരു ടേബിളാണ്. ബിക്കോസ് എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആ പ്രൊലോങ്ഡ് സർവീസസിന്റെ കോഡ് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് ടൈം കൺസ്ട്രെയിന്റ് വെച്ച് നമ്മൾ എങ്ങനെ നോക്കാം നമുക്ക് ഇവിടെ നോക്കാം. നോക്കിക്കോ, 99205 എന്ന് പറഞ്ഞ കോഡ് ന്യൂ പേഷ്യന്റിന്റെ കോംപ്രിഹെൻസീവിന്റെ ആ സംഭവമുള്ള കോഡാണ് 99205 ലാസ്റ്റ് കോഡാണ്. ടിപ്പിക്കൽ ടൈം എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്സ് ആണ്. ഓക്കെ, ഒരു 90 മിനിറ്റ്സ് ആയാലും നമുക്ക് 354 അവിടെ ബില്ല് ചെയ്യാൻ പാടുള്ളൂ. അതേസമയം 90 പിന്നെന്താണ് രണ്ടും ബില്ല് ചെയ്യണമെങ്കിൽ 90യും 354ഉം 355ഉം കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് ബില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ 135 മിനിറ്റ്സ് എങ്കിലും ആവണം. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ എസ്റ്റാബ്ലിഷ്ഡ് അല്ലെങ്കിൽ ന്യൂ പേഷ്യന്റ് അവസാന കോഡ് എന്ന് പറഞ്ഞാൽ ഒരു 60 മിനിറ്റ്
അല്ലെങ്കിൽ 40 മിനിറ്റ്, ഓരോ കോഡിനും ഓരോന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ നമുക്ക് 99205 60 മിനിറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം 354,205 കൂടെ ബില്ല് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 90 മിനിറ്റ്സ് സർവീസ് എക്സ്ട്രാ കൊടുത്തിരിക്കണം. എക്സ്ട്രാ എന്നല്ല, 60 കഴിഞ്ഞ് 30 മിനിറ്റ്സും കൂടെ 90 മിനിറ്റ്സ് കൊടുത്താലേ നമുക്ക് 354 എന്നൊരു കോഡ് കൊടുക്കാൻ പാടുള്ളൂ. അതേസമയം 355 എക്സ്ട്രാ ഇടണമെന്നുണ്ടെങ്കിൽ 135 മിനിറ്റ്സ് അവിടെ ആവണം. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് 215 നോക്കാം. 215 നോക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് കോഡ് നമ്മുടെ 215 ആണ്, ഒരു 40 മിനിറ്റ്സ് ആണ്. ഓക്കെ, 40 ആകുമ്പോൾ നമുക്ക് 30 മിനിറ്റ് കൂടുമ്പോൾ 70 മിനിറ്റ്സ്. അപ്പൊ 70 മിനിറ്റ്സ് ആകുമ്പോൾ നമുക്ക് 354 കോഡ് ചെയ്യാം. അതിനുശേഷം 115 മിനിറ്റ് 115 മിനിറ്റ്സ് ആകുമ്പോൾ നമുക്ക് 355 കോഡ് ചെയ്യാം. ഇനി 245 കൺസൾട്ടേഷന്റെ കേസ്. അപ്പൊ 245 ആണെന്നുണ്ടെങ്കിൽ 110 80 മിനിറ്റ്സ് ആണ് ശരിക്കും ആ ഒരു കോഡിന്റെ ടൈം. 80 മിനിറ്റ്സ് 110 മിനിറ്റ്സ് ആയി കഴിയുമ്പോൾ നമുക്ക് 354 കൂടെ കോഡ് ചെയ്യാം. 355 കോഡ് ചെയ്യണമെങ്കിൽ 155 മിനിറ്റ്സ് ആ പേഷ്യന്റ് കൂടെ ചിലവഴിച്ചാൽ മാത്രമേ 355 കൂടെ എക്സ്ട്രാ അവിടെ കോഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഈ ഒരു ടേബിൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ കട്ട് ഐഡിയ ഇവിടെ കിട്ടും. ഓക്കെ, ഇനി ഇൻ പേഷ്യന്റ് കാര്യം ഇത്ര തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന ഔട്ട് പേഷ്യന്റിന്റെ ന്യൂ സർവീസസ്, ന്യൂ പേഷ്യന്റ്, എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയും ഇൻ പേഷ്യന്റിൽ നമുക്ക് നോക്കാം. ഇൻ പേഷ്യന്റിലും 99223 എന്ന് പറയുന്നത് ആണ് നമ്മുടെ ലാസ്റ്റ് കോഡ്. അപ്പൊ 99223 എന്ന് പറയുന്നത് 70 മിനിറ്റ്സ് ആണ് ടിപ്പിക്കൽ ടൈമിംഗ് എന്ന് പറയുന്നത്. അതിനൊരു 30 മിനിറ്റ് കൂടെ എക്സ്ട്രാ വേണം. അപ്പൊ 100 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് 354 കോഡ് ചെയ്യാം. അതുപോലെ 145 മിനിറ്റ്സ് 45 മിനിറ്റ് എക്സ്ട്രാ ആണെങ്കിൽ മാത്രമേ നമുക്ക് 355 കൂടെ അവിടെ എക്സ്ട്രാ കോഡ് ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് നോക്കൂ. 233ലും അതേ കേസാണ്, എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റെ കേസാണ്. 35 മിനിറ്റ്സ് ആണ് അവിടെ ശരിക്കും ഇവാലുവേഷൻ മാനേജ്മെന്റിൽ ഫിസിഷ്യൻ സ്പെൻഡ് ചെയ്യേണ്ടത്. അത് 65 മിനിറ്റ്സ് 65 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്താൽ 354 കൂടെ കോഡ് ചെയ്യാം. അതേസമയം 110 മിനിറ്റ്സ് ആയാലോ നമുക്ക് 355 കൂടെ അഡീഷണൽ ആയിട്ട് കോഡ് ചെയ്യാൻ സാധിക്കും. സെയിം തിങ് 255ലും അതേ തന്നെയാണ്. 110 മിനിറ്റ്സ് ആണ് പേഷ്യന്റുമായിട്ട് ചെലവഴിക്കാനുള്ള ഇവാലുവേഷൻ മാനേജ്മെന്റ് ടൈം. അതിനുശേഷം അത് പ്രൊലോങ്ഡ് ആവണമെങ്കിൽ 140 മിനിറ്റ് ആവണം. 354 കൂടെ കോഡ് ചെയ്യണമെങ്കിൽ 355 കോഡ് ചെയ്യണമെങ്കിൽ 185 മിനിറ്റ്സ് ആ പേഷ്യന്റുമായിട്ട് സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് 355 കൂടെ എക്സ്ട്രാ കോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു ടേബിൾ ഞാൻ എക്സ്ട്രാ ഇതായിട്ട് തന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പ്രൊലോങ്ഡ് സർവീസസിന്റെ കോഡാണ്. അപ്പോൾ അടുത്ത കോഡ് എന്ന് പറഞ്ഞാൽ പ്രൊലോങ്ഡ് സർവീസസ് വിത്തൗട്ട് ഡയറക്റ്റ് പേഷ്യന്റ് കോഡ്. അപ്പൊ ഡയറക്റ്റ് പേഷ്യന്റ് ഇല്ലാതെ തന്നെ, വിത്തൗട്ട് പേഷ്യന്റ് ഇല്ലാതെ തന്നെ നമുക്ക് എന്താണ് പ്രൊലോങ്ഡ് സർവീസസിന്റെ കോഡ് കൊടുക്കുന്ന ഒരു ഇതിനെയാണ് നമ്മൾ പ്രൊലോങ്ഡ് സർവീസസിന്റെ കോഡാണ് നമ്മൾ ഇത് പറയുന്നത്. 99358 ആണ് ആ കോഡ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ബിഫോർ ഓർ ആഫ്റ്റർ ഇവാലുവേഷൻ മാനേജ്മെന്റ്. ബിഫോർ അല്ലെങ്കിൽ ആഫ്റ്റർ ഇവാലുവേഷൻ മാനേജ്മെന്റിന് ഈ പേഷ്യന്റിന് നമ്മൾ കൊടുക്കുന്ന ഡയറക്റ്റ് അല്ലാതെ വിത്തൗട്ട് പേഷ്യന്റിന് നമ്മൾ കൊടുക്കുന്ന കെയറിനാണ് ഈ പറയുന്നത്. അപ്പൊ 99358 എന്നുള്ള കോഡ് എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ്സ് കൺസ്ട്രെയിന്റ് ആണ്. അതിനുശേഷം 359 കോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈച്ച് അഡീഷണൽ 30 മിനിറ്റ്സ് നമുക്ക് 359 എക്സ്ട്രാ കോഡ് ചെയ്ത് കൊടുക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് കോഡ് ചെയ്യണമെങ്കിൽ അറിയാലോ എങ്ങനെയാണെന്ന്. 30 മിനിറ്റ്സ് കൺസ്ട്രെയിന്റ് ഉണ്ട്, ആ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ വിത്തൗട്ട് ഡയറക്റ്റ് പേഷ്യന്റ് പ്രൊലോങ്ഡ് സർവീസസ് വിത്തൗട്ട് പേഷ്യന്റ് കോണ്ടാക്ട് ആണെങ്കിൽ 358ഉം 359ഉം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത കോഡ് എന്ന് പറഞ്ഞാൽ പ്രൊലോങ്ഡ് സർവീസസ് വിത്ത് ഓർ വിത്തൗട്ട് ഡയറക്റ്റ് പേഷ്യന്റ് കോണ്ടാക്ട് ഓൺ ഡേറ്റ് ഓഫ് ആൻ OP സർവീസ്, ഓഫീസ് ഓർ OP സർവീസ്. അപ്പോൾ ഓഫീസ് അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് വിസിറ്റില്ല ആ സെയിം ഡേറ്റിൽ ഒരു 15 മിനിറ്റിന്റെ ഒരു പ്രൊലോങ്ഡ് സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് കോഡ് ചെയ്യാം? അപ്പൊ അവിടെ വരുന്ന ഒരു കോഡ് എന്ന് പറഞ്ഞാൽ 99417 എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ കോഡാണ്. അപ്പൊ അത് 99417 സാധാരണ യൂസ് ചെയ്യുന്നത് 99205ന്റെയും 99215ന്റെയും കൂടെയാണ്. അപ്പൊ 99205 എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഏറ്റവും ലാസ്റ്റത്തെ ഇവാലുവേഷൻ മാനേജ്മെന്റ് സർവീസസ് ഓഫ് നമ്മുടെ ഹയസ്റ്റ് ഡിഗ്രി ഓഫ് ന്യൂ പേഷ്യന്റും 99215 എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഡിഗ്രി ഏതാണോ അത് ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റിന്റെ ആണ് 99205 215. ഇതിന്റെ കൂടെയാണ് നമ്മൾ 99417 യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടേബിളിന്റെ താഴത്തെ ഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 205ന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 60 to 74 മിനിറ്റ്സ് ആണ്. ഓക്കെ, 75 മിനിറ്റ്സ് ടു 80 മിനിറ്റ്സ് 75 മിനിറ്റ്സ് ടു 89 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് 417 ഒരു പ്രാവശ്യം കോഡ് ചെയ്യാം. അതേപോലെ 90 to 104 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ 2 പ്രാവശ്യം into 2 നമുക്ക്
കോഡ് ചെയ്യാം. അതേപോലെ 215 അതുപോലെ തന്നെയാണ്. 40 to 54 മിനിറ്റ്സ് ആണ് ശരിക്കും എന്ന് പറഞ്ഞാൽ പേഷ്യന്റുമായിട്ടുള്ള ടൈം. 55 to 69 മിനിറ്റ്സ് ആണെങ്കിൽ നമുക്ക് പ്രൊലോങ്ഡ് സർവീസസ് ആയ 99417 കോഡ് ചെയ്യാം. അതേപോലെ തന്നെ അത് ഇൻറ്റു 2 കോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് 70 to 104 മിനിറ്റ്സിന്റെ ഇടയ്ക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 417 കോഡ് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ പ്രൊലോങ്ഡ് സർവീസസ് സെയിം ഡേ ആണെങ്കിൽ 205ന്റെയും 215ന്റെയും മാത്രം ഉപയോഗിക്കുന്ന ഒരു നമ്മുടെ സർവീസ് പ്രൊലോങ്ഡ് സർവീസ് കോഡാണ് ശരിക്കും പറഞ്ഞാൽ 99417 എന്ന് പറയുന്നത്. ഇനി 99360 എന്ന് പറഞ്ഞൊരു കോഡ്, അതൊരു ഇമ്പോർട്ടന്റ് കോഡാണ്. നിങ്ങൾക്ക് ഇപ്പം ഇത് കാണുമ്പോൾ മനസ്സിലാവും. 99360 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് ബൈ സർവീസസ് ആണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് EG ഓപ്പറേറ്റീവ് സ്റ്റഡിയോ സ്റ്റാൻഡ് ബൈയോ അല്ലെങ്കിൽ സ്റ്റാൻഡ് ബൈ ഫോർ ഫ്രോസൺ സെഷൻ അല്ലെങ്കിൽ സിസേറിയൻ ഹൈ റിസ്ക് ഡെലിവറി മോണിറ്ററിംഗ് EEG ഇതിനൊക്കെ വേണ്ടി പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു സർവീസ് നടക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ സ്റ്റാൻഡ് ബൈ ആയിട്ട് ഒരു പ്രൊലോങ്ഡ് സർവീസസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രൊലോങ്ഡ് അറ്റൻഡൻസിന് ഈച്ച് 30 മിനിറ്റ്സിന് നമുക്ക് കോഡ് ചെയ്യാം. 99360 ആണ് കോഡ്. ഈച്ച് 30 മിനിറ്റ്സിന് നമുക്ക് കോഡ് ചെയ്യാം. ഇനിയുള്ളൊരു കാര്യമാണ് മെഡിക്കൽ ടീം കോൺഫറൻസ്. മെഡിക്കൽ ടീം കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ 3-3-ലധികമോ സ്പെഷ്യാലിറ്റി ഉള്ള ഡോക്ടേഴ്സ് ഫേസ് ടു ഫേസ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരു പേഷ്യന്റിന് കെയർ കൊടുക്കുകയാണെങ്കിൽ 3 മീൻസ് അതിനേക്കാളുമോ ഫിസിഷ്യൻസ്, ഫോർ എക്സാമ്പിൾ പല ഡിപ്പാർട്ട്മെന്റിലുള്ള പല ഡിസിപ്ലിൻസ് ഉള്ള 3 അതിൽ കൂടുതലുള്ള ഫിസിഷ്യൻസ് ഒരു പേഷ്യന്റിന് ഡയറക്റ്റ് ആയിട്ട് അവരുടെ കെയർ കൊടുക്കുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് നമ്മൾ മെഡിക്കൽ ടീം കോൺഫറൻസ് എന്നൊരു വാക്ക്. ഓക്കെ, അപ്പോ ഇനി എന്താണ് വിത്ത് പേഷ്യന്റ് കോണ്ടാക്ട് ആണെങ്കിൽ 99366 ആണ്. എല്ലാ 30 മിനിറ്റ്സിലും ഇങ്ങനെ ഓർ മോർ 30 മിനിറ്റ്സ് ഓർ മോർ ആണെങ്കിൽ നമുക്കിത് കോഡ് ചെയ്യാൻ പറ്റുന്നത് 99366. ഇനി വിത്തൗട്ട് പേഷ്യന്റ് അല്ലെങ്കിൽ വിത്ത് പേഷ്യന്റ് കോണ്ടാക്ട്, വിത്തൗട്ട് എന്ന് പറയുമ്പോൾ പേഷ്യന്റ് അല്ലെങ്കിൽ ഫാമിലി രണ്ടിന്റെയും ഇല്ല കോണ്ടാക്ട് ഇല്ലാതെയാണ് ഈ ഒരു മെഡിക്കൽ ടീം കോൺഫറൻസ് ഉണ്ടെങ്കിൽ 99367 ആണ് കൊടുക്കുന്നത്. 30 മിനിറ്റ്സ് ഓർ മോർ. അപ്പൊ പാർട്ടിസിപ്പേഷൻ ബൈ ഫിസിഷ്യൻ ആണ്. പിന്നെ 99368 കൊടുക്കേണ്ട ഒരു ഇതുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ പാർട്ടിസിപ്പേഷൻ ബൈ നോൺ ഫിസിഷ്യൻ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്. ഞാൻ ഇതിൽ അത്ര ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കിട്ടുവാണെങ്കിൽ ഞാനിത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിൽ ഞാൻ ഒത്തിരി ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. അപ്പൊ ഇവിടെ വരുന്ന 3 കോഡ്സ് ഞാൻ 99366, 367, 368 ആണ്. ഇനി വരുന്ന ഒരു സെറ്റ് ഓഫ് കോഡ്സ് ആണ് 99374 മുതൽ 99380 വരെയുള്ള കോഡ്സ്. ഇതെന്ന് പറഞ്ഞാൽ കെയർ പ്ലാൻ ആണ്. കെയർ പ്ലാൻ ഓവർസൈറ്റ് സർവീസസിന്റെ ആണ്. എന്ന് വെച്ചാൽ ഇപ്പം ലോ ഇന്റൻസിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫ്രീക്വന്റ് ആയിട്ടുള്ള സർവീസസ് സൂപ്പർവിഷൻ സർവീസസ് നടത്തേണ്ട സാഹചര്യം, ഒത്തിരി വലിയ റിസ്ക് ഉള്ളതല്ല, ലോ ഫ്രീക്വൻസി അതേപോലെ തന്നെ ലോ ഇന്റൻസിറ്റി ഇൻഫ്രീക്വന്റ് ആയിട്ടുള്ള നമുക്ക് സൂപ്പർവിഷൻ നടത്തുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ സൂപ്പർവിഷൻ ഓഫ് പേഷ്യന്റ് അണ്ടർ എ കെയർ ഓർ ഹെൽത്ത് കെയർ ഹോം ഹെൽത്ത് കെയർ ഏജൻസി, എക്സാമ്പിൾ അൽഷിമേഴ്സ് ആയിട്ടുള്ള പേഷ്യന്റിന് വെക്കുന്ന ഫെസിലിറ്റി ഒക്കെ ഉണ്ടല്ലോ, അതിനാണെങ്കിൽ നമുക്ക് കോഡ് ചെയ്യുന്നത് പറഞ്ഞാൽ 15 to 29 മിനിറ്റ്സിന് കോഡ് ചെയ്യാം, 30 മിനിറ്റ്സിന് എബവ് ആയിട്ട് കോഡ് ചെയ്യാം. അങ്ങനെയാണ് കോഡിങ് വരുന്നത്. അതുപോലെ തന്നെ സൂപ്പർവിഷൻ ഓഫ് പേഷ്യന്റ് ഹോസ്പൈസ് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഷെൽട്ടറിലൊക്കെ ഉള്ള പേഷ്യന്റ്. അപ്പോൾ ആ പേഷ്യന്റിനുള്ള സർവീസസിന് നമ്മൾ കോഡ് ചെയ്യുന്നത് ടൈം കൺസ്ട്രെയിൻ ആണ്. 15 to 29 മിനിറ്റ്സ് കോഡ്, അതിനുശേഷം 30 മിനിറ്റ് ശേഷമുള്ള കോഡ്സ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആ 374 മുതൽ 380 വരെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കോഡ് വായിക്കുമ്പോൾ മനസ്സിലാവും. ജസ്റ്റ് എന്താണെന്നുള്ളൊരു ചെറിയ ഐഡിയ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി അടുത്തുള്ള ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ പ്രിവെന്റീവ് മെഡിസിൻ ആണ് കേട്ടോ. പ്രിവെന്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, ഒരു കാര്യത്തിനുള്ള പ്രിവെൻഷൻ ആയിട്ട് എടുക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഒരു പേഷ്യന്റ് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഫിസിഷ്യനെ എൻകൗണ്ടർ ചെയ്തപ്പോൾ വേറെ എന്തോ ഒരു കാര്യം അല്ലെങ്കിൽ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷനോ അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു അഡീഷണൽ കെയർ ആവശ്യമുള്ള എന്തെങ്കിലും ഒരു രോഗം കണ്ടുപിടിക്കുകയോ ചെയ്താൽ അതിനൊരു അഡീഷണൽ കെയർ നമ്മൾ കൊടുക്കില്ലേ? ഓക്കെ, അങ്ങനെയുള്ള കെയർ അതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓഫീസ് കോഡ് ഒക്കെ കൊടുക്കണം. അതേപോലെ തന്നെ മീൻസ് നമ്മുടെ ഇവാലുവേഷൻ മാനേജ്മെന്റ് കോഡും കൊടുക്കണം. അതേപോലെ തന്നെ ഇപ്പം ആ ഒരു രോഗത്തിന് വേണ്ടി ട്രീറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്, മനസ്സിലായല്ലോ? എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇഫ് എ പേഷ്യന്റ് കംസ്, പേഷ്യന്റ് എന്തെങ്കിലും ഒരു കണ്ടീഷനായിട്ടാണ് വരുന്നത്, എന്തെങ്കിലും ലാബ് ടെസ്റ്റിൽ പേഷ്യന്റ് വേറൊരു കണ്ടീഷൻ ഉണ്ടെന്ന് തെളിഞ്ഞു, ആൻഡ് ദാറ്റ് കണ്ടീഷൻ ഷുഡ് ബി ട്രീറ്റഡ് ഇമ്മീഡിയറ്റ്ലി. അങ്ങനെയൊക്കെയുള്ള ഒരു കണ്ടീഷൻ വരുവാണെങ്കിൽ നമ്മുടെ ഓഫീസ് കോഡിന്റെ കൂടെ തന്നെ അതിനുള്ള കോഡ്സ് നമുക്ക് കൊടുക്കാം.
ഷുഡ് ബി ഗിവൺ. ഓക്കെ, രണ്ടും ഒരുമിച്ച് കൊടുക്കാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓഫീസ് അല്ലെ ഔട്ട് പേഷ്യന്റ് കോഡിന്റെ കൂടെ മോഡിഫയർ 25 യൂസ് ചെയ്യണം. അപ്പൊ ക്ലിയർ ആണല്ലോ, മോഡിഫയർ 25 യൂസ് ചെയ്യണം. പിന്നെ ഈ പ്രിവെന്റീവ് മെഡിസിനെ പ്രത്യേകിച്ച് ഏജ് കൺസ്ട്രെയിൻസ് ആണ്. ഏജ് ഓഫ് പേഷ്യന്റ് അനുസരിച്ചാണ് അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ന്യൂ പേഷ്യന്റ് ആണെങ്കിൽ 99381 മുതൽ 99387 വരെയാണ്. ഏജ് വൈസ് ആണ്, ഞാൻ പറഞ്ഞല്ലോ ഏജ് വൈസ് ആണ് ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ യങ്ങർ ദാൻ 1 ഇയർ, പിന്നെ 1 to 4, 5 to 11, 12 to 17, 18 to 39, 40 to 64, 65 and above. ഇങ്ങനെയാണ് കോഡ്സ് വന്നിരിക്കുന്നത്. അതാണ് ഓരോ കോഡ്സ് വന്നിരിക്കുന്നത്. പ്രിവെന്റീവ് മെഡിസിനിലുള്ളതാണ്, പ്രത്യേകതയാണത്. ഏജ് വൈസ് ആണ് കൺസ്ട്രെയിൻസ്. 1 year and less, 1 to 4, 5 to 11, 12 to 17, 18 to 24, 18 to 39, 40 to 64, 65 and above. ഇനി എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റിന്റെയും സെയിം ആണ്, ഏജ് റിലേറ്റഡ് ആണ്. ഇതേ പറഞ്ഞ പോലെ തന്നെയുള്ള സെയിം ഏജ് റിലേറ്റഡ് ആണ്. 99391 മുതൽ 99397 വരെയുള്ള കോഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പീരിയോഡിക് ആയിട്ടുള്ള പ്രിവെന്റീവ് മെഡിസിന്റെ ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെന്റ് പീരിയോഡിക് ആയിട്ട് ഓരോ ഇയർലി, അല്ലെങ്കിൽ ഇയർലി എന്ന് പറയാൻ പറ്റില്ല, പീരിയോഡിക് എന്ന് പറയുമ്പോൾ ഇന്ന ടൈമിംഗ് ഇന്റർവെൽ അല്ലെ, അത് വെച്ച് നടക്കുന്നതിനാണ് നമ്മൾ ശരിക്കും എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റ് കോഡ്സ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ പ്രിവെന്റീവ് മെഡിസിന്റെ നമ്മുടെ ക്വസ്റ്റ്യൻസ് കിട്ടുവാണെങ്കിൽ അത് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയും കൂടി നമുക്ക് നമ്മുടെ ഈ ഇവാലുവേഷൻ മാനേജ്മെന്റ് വോക്ക് ത്രൂ ഫിനിഷ് ആക്കാം. അതിനുശേഷം എനിക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് വെച്ച് ഞാനൊരു 5 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 6 ക്വസ്റ്റ്യൻസ് വെച്ച് നമുക്ക് രണ്ട് വീഡിയോസ് നമുക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം ഞാൻ അനസ്തേഷ്യ സ്റ്റാർട്ട് ചെയ്യും. അനസ്തേഷ്യക്ക് ശേഷം സർജറി പാർട്ട് ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീൽ ടു നോ, ബൈ, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. പിന്നെ ഒരു കാര്യം, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിനെ കുറിച്ച് പറയാൻ മറന്നുപോയി. നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരെ ഞങ്ങളിപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ കുറേ മെമ്പേഴ്സ് ഉണ്ട്. നിങ്ങൾ വന്ന് നിങ്ങൾക്ക് ഉള്ള ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ CPC പരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഫെലോ ആയിട്ടുള്ള, നിങ്ങളുടെ കൂടെ തന്നെ പാരലായിട്ട് പഠിക്കുന്ന പലയിടത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് തരും. ഇൻ കേസ് എനിക്ക് ഡയറക്റ്റ് സപ്പോർട്ട് തരാൻ സാധിച്ചില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് ആ ഗ്രൂപ്പിൽ കിട്ടും. അപ്പോൾ ഗ്രൂപ്പിൽ ആഡ് ആയിട്ട് നിങ്ങൾക്കുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസും അതും ഇതുമൊക്കെ നിങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്യുക, അവരും ഷെയർ ചെയ്തു തരും. സോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പഠിക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീൽ ടു നോ. അപ്പോൾ ഇത് മറക്കരുത്. ഓക്കെ, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.